നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളിൽ പാൽക്കായം എങ്ങനെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് പാൽക്കായം കുട്ടികൾക്ക് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പാൽക്കായം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ട്, അത് കറിക്കായം അല്ലെങ്കിൽ പെരുങ്കായം എന്ന് പറയുന്നതാണെന്നല്ല. പാൽക്കായം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മൈൽഡായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണ്. പണ്ട് ഗൃഹവൈദ്യത്തിൽ നമ്മൾ കുട്ടികളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും കേരളത്തിലെ മിക്ക വീടുകളിലും പാൽക്കായം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ഇത് എന്തിനൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കുട്ടികൾക്ക് ആദ്യത്തെ ഒരു 3 മാസം ശരിക്കും ഗ്യാസിൻ്റെ പ്രോബ്ലംസ്, കുറേ കോളിക് പെയിൻ ഉണ്ടാവും. അതുപോലെ കറക്റ്റായിട്ട് ബർപ്പിങ്ങിലെ ഗ്യാസ് പോയില്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ, വയറ് ബ്ലോട്ടിംഗ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ചിലപ്പോൾ കുട്ടികൾ പാല് കുടിക്കാത്ത അവസ്ഥ, വീക്കായിട്ടുള്ള ഡൈജഷൻ, വലിയ കുട്ടികൾക്ക് തന്നെയാണെങ്കിലും 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെയാണെങ്കിലും ഡൈജഷൻ വീക്കായി പോവുക, വിശപ്പില്ലാതിരിക്കുക, ഒന്നെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനത്തെ പല പ്രശ്നങ്ങൾക്ക് നമുക്ക് പാൽക്കായം പരിഹാരം തരുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കൊടുക്കേണ്ടത് ചില ആൾക്കാർക്കൊരു ഡൗട്ടായിട്ട് വരാറുണ്ട്. അതായത് 3 മാസത്തിന് മുമ്പ് കൊടുക്കാവോ എന്നുള്ളത്. പണ്ട് മുതലേ 2 മാസം ഒക്കെ ആകുമ്പോൾ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പാൽക്കായത്തിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രയുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ഡോക്ടർ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 3 മാസം കഴിഞ്ഞ് കൊടുക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? മുലപ്പാലിൽ മിക്സ് ചെയ്തിട്ടാണ്. പാൽക്കായം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഗ്രാനുൾസ് പോലെയാണ് പാൽക്കായം ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഗ്രാനുകൾ എടുത്തിട്ട് മുലപ്പാലിലൊന്ന് നന്നായിട്ട് ഉരച്ച് അലിയിച്ചെടുത്ത ശേഷം നമുക്കൊരു 3 മാസം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഒരു 4 മുതൽ 5 തുള്ളി വരെ നമുക്ക് ഈ ഒരു പാൽക്കായത്തിൻ്റെ ഈ ഒരു മുലപ്പാലും ചേർന്നിട്ടുള്ള മിക്സ് കൊടുക്കാവുന്നതാണ്. ഈ വയറുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, ഛർദിയൊക്കെ വരുമ്പോൾ ഇത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെറുതെ തന്നെയും നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെ ഒരു നേരം കൊടുക്കുന്നത് ആ ദഹന പ്രക്രിയ സുഗമമായി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ 3 മാസം കഴിഞ്ഞ് 4-5 മാസമുള്ള കുട്ടികൾക്ക് നമുക്കൊരു 6 തുള്ളി വരെ കൊടുക്കാം, 6 അല്ലെങ്കിൽ 7 തുള്ളി വരെ കൊടുക്കാവുന്നതാണ്. 6 മന്ത്സ് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയ കുട്ടി സാധാരണ പോലെ കുറുക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ഈ ഒരു മിശ്രിതം കൊടുക്കാവുന്നതാണ്. അതുപോലെ 3 മാസത്തിന് മുന്നേ ഉള്ള കുട്ടികൾക്ക്, 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ പാൽക്കായം എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. അത് ഇളം ചൂടുവെള്ളത്തിൽ ഈ പാൽക്കായത്തിൻ്റെ ആ ഗ്രാനുൾ നമ്മൾ അലിയിച്ചെടുത്തിട്ട് അത് പുക്കിളിന് ചുറ്റും, അംബ്ലിക്കസിന് ചുറ്റും പരട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറ്റുമ്പോൾ തന്നെ ഒരു ഗ്യാസിൽ നിന്നൊക്കെ റിലീഫ് ഉണ്ടാവും. വയറുവേദനയുള്ള കുട്ടികൾക്ക്, അകാരണമായി കരയുന്ന കുട്ടികൾക്ക് നമുക്ക് കാരണം എന്താണെന്ന് മനസ്സിലാകാതെയൊക്കെ വന്നാൽ പണ്ടത്തെ ആൾക്കാർ പൊക്കിളിന് ചുറ്റും ഈ ഒരു പാൽക്കായം പരട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഗ്യാസ് കൊണ്ടുള്ള വേദനയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ശമനം ഉണ്ടാവുന്നതാണ്. അതുപോലെ 8 മാസം കഴിഞ്ഞിട്ട് ഉള്ള കുട്ടികൾ, നന്നായിട്ട് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ദഹനത്തിൻ്റെ പ്രശ്നത്തിനോ അല്ലെങ്കിൽ വെറുതെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുറച്ച് നെയ്യും ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാൽക്കായം പൊടിച്ചിട്ട് വളരെ കുറച്ച് 1-2 നുള്ളെടുത്ത് നെയ്യിൽ മിക്സ് ചെയ്ത് ചോറിൽ മിക്സ് ചെയ്തിട്ട് അത് കുട്ടികൾക്ക് ഉരുളയായിട്ട് കൊടുക്കാവുന്നതാണ്. അതും ദഹന പ്രക്രിയ ആക്കാനും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നമുള്ള മുതിർന്ന കുട്ടികൾക്കും ഇത് കൊടുക്കാം. 1 വയസ്സിന് ശേഷം ഒരു 2 വയസ്സ് വരെയൊക്കെ ഇത് എഫക്റ്റീവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കായം അത്ര ഭയങ്കര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷനുള്ള കുട്ടികൾക്ക്, ഒരു 1.5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തമമായ ഒരു ഔഷധമാണ് ഈ പാൽക്കായം എന്നുള്ളത്. അപ്പോൾ പാൽക്കായത്തെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട്, നമ്മുടെ കുട്ടികളുടെ ഒരു മന്ത് വെച്ചിട്ട് എത്ര കൊടുക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ആൻസർ തരാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.